മുണ്ടക്കയം ബസ് സ്റ്റാൻഡിലെ കംഫർട്ട് സ്റ്റേഷനിലെ കക്കൂസ് മാലിന്യം മണിമലയാറ്റിലേക്ക് ഒഴുക്കുന്നതായി പരാതി. സാംക്രമിക രോഗങ്ങളും പകർച്ചവ്യാധികളും പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിലാണ് ടൗണിലെ കടകളിലെയും ബസ് സ്റ്റാൻഡിലെ കംഫർട്ട് സ്റ്റേഷനിലെയും മലിനജലം ആറ്റിലേക്ക് വ്യാപകമായി ഒഴുക്കുന്നത്. ദിനംപ്രതി നൂറുകണക്കിന് ആളുകൾ വന്നുപോകുന്ന ബസ് സ്റ്റാൻഡിലെ കക്കൂസ് മാലിന്യമാണ് ആറ്റിലേക്ക് തുറന്നു വച്ചിരിക്കുന്നത്. മലിനജലം വ്യാപകമായി ഒഴുക്കിയിട്ടും അധികാരികൾ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്ന് ഓട്ടോറിക്ഷ തൊഴിലാളിയും പ്രദേശവാസിയുമായ സുഹൈൽ പറഞ്ഞു. നമ്മൾ ഈ കാണുന്ന ദൃശ്യങ്ങൾ ഏതാണ്ട് 100ഓളം വരുന്ന ഹോട്ടലുകളിൽ നിന്നും മുണ്ടക്കയത്തെ പൊതു ശൗചാലയത്തിൽ നിന്നുൾപ്പെടെ വരുന്ന മാലിന്യ വെള്ളത്തിൻ്റെ ദൃശ്യമാണ് നമ്മൾ ഈ കാണുന്നത്. ഇതിൻ്റെ സമീപത്ത് 4-ാം വാർഡിലെ പുത്തഞ്ചന്ത ഉൾപ്പെടെയുള്ള പഴയമുണ്ടക്ക ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ ജനങ്ങൾ കുടിക്കാനും പ്രാഥമിക ആവശ്യങ്ങൾക്കും കുളിക്കാനൊക്കെ ഉപയോഗിക്കുന്ന വെള്ളം ഈ വെള്ളമാണ്. സമീപകാലത്ത് 4-ാം വാർഡിൽ തന്നെ പുത്തഞ്ചന്ത ഭാഗത്ത് ഏകദേശം 17ഓളം പേർക്ക് മഞ്ഞപ്പിത്തം റിപ്പോർട്ട് ചെയ്യുകയും ഈ കാലഘട്ടത്തിൽ പുതിയ മാരകമായ രോഗങ്ങൾ കടന്നു വരുന്ന ഈ കാലഘട്ടത്തിൽ മലപ്പുറത്തുൾപ്പെടെ കോഴിക്കോട് ഉൾപ്പെടെ അമീബിക് മസ്തിഷ്ക ജ്വരം ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യുന്ന ഈ സാഹചര്യത്തിൽ ഉടൻ തന്നെ ഇതിന് പരിഹാരം കാണണമെന്നാണ് ഞങ്ങൾക്ക് നാട്ടുകാരൻ എന്നുള്ള രീതിയിൽ അഭ്യർത്ഥിക്കാനുള്ളത്. പിന്നെ പറയാനുള്ളത്, 1-ാം പിണറായി സർക്കാർ ഇരുന്നപ്പോൾ ഈ ബൈപ്പാസിൻ്റെ ഉദ്ഘാടന വേളയിൽ തന്നെ ഇന്നത്തെ പൊതുമരാമത്ത് മന്ത്രിയായിരുന്ന ബഹുമാന്യനായ മന്ത്രി ജി സുധാകരൻ അവർക്ക് അന്ന് നമ്മളൊരു രേഖാമൂലം തന്നെ വിശദമായ ഒരു പരാതി നൽകുകയും അദ്ദേഹം തന്നെ അതിന് മറുപടിയായി പറഞ്ഞത് സമീപ ഭാവിയിൽ മാരകമായ രോഗങ്ങൾക്ക് ഈ വെള്ളം ഇവിടെ വന്ന് പതിക്കുന്നത് കാരണമാവുകയും ചെയ്യുമെന്ന് അദ്ദേഹം ഉൾപ്പെടെ പറഞ്ഞതാണ്. ഇന്ന് വരെ അതിനൊരു തുടർ നടപടി ഇതുവരെ പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നോ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നോ ഉണ്ടായിട്ടില്ല. ഇനി ചെയ്യാനുള്ള ഞങ്ങൾക്ക് മുന്നോട്ട് വെക്കാനുള്ള ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ, ഇവിടെ ഒരു ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് വന്നിട്ട് അതിൽ കൂടി ഈ വെള്ളം കടത്തി വിട്ട് കഴിഞ്ഞാൽ കുറേയൊക്കെ ഒരു പ്രശ്ന പരിഹാരം തന്നെ ഉണ്ടാകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. നിലവിൽ പഞ്ചായത്ത് ഉൾപ്പെടെ അങ്ങ് സംസ്ഥാന സർക്കാർ ഉൾപ്പെടെ ഭരിക്കുന്ന സംവിധാനമാണ് ഇന്ന് നമ്മുടെ ഈ പഞ്ചായത്ത് ഭരിക്കുന്നത്. ഉടൻ തന്നെ അതിനുള്ളൊരു പരിഹാരം കാണുമെന്നാണ് ഞങ്ങൾക്ക് നാട്ടുകാരുടെ പ്രതീക്ഷ. വിവിധ കുടിവെള്ള പദ്ധതികൾ ഉൾപ്പെടെ സ്ഥിതി ചെയ്യുന്ന ചെക്ക് ഡാം ഇതിന് തൊട്ട് താഴെ വശത്താണ്. ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പുത്തൻചന്ത പ്രദേശം 1 മാസം മുൻപ് മഞ്ഞപ്പിത്തം ബാധിച്ച് ഒരുപാട് ജനങ്ങൾ ആശുപത്രികളിൽ ചികിത്സ തേടിയിരുന്നു. നാളിതുവരെയായിട്ടും ഭരിക്കുന്ന മുന്നണികൾ യാതൊരുവിധ നടപടിയും ഇതിൽ സ്വീകരിച്ചിട്ടില്ല. ജനങ്ങൾ വേസ്റ്റ് ഇടാതിരിക്കാൻ പഞ്ചായത്ത് സ്ഥാപിച്ചിരിക്കുന്ന ക്യാമറകളുടെ തൊട്ടടുത്താണ് ഈ മലിനജലം മണിമലയാറ്റിൽ ഒഴുകിച്ചേരുന്നത്. വിഷയത്തിൽ നടപടി സ്വീകരിക്കാത്ത പഞ്ചായത്ത് അധികൃതരുടെ അനാസ്ഥയ്ക്കെതിരെ പ്രതിഷേധം ശക്തമായിരിക്കുകയാണ്. എന്നാൽ വിഷയത്തിൽ അടിയന്തിരമായി പരിഹാരം കാണാൻ നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖാദാസ് പറഞ്ഞു. മാലിന്യ പ്രശ്നം പരിഹരിക്കാൻ 1,40,00,000 രൂപ പഞ്ചായത്ത് വകയിരുത്തിയിട്ടുണ്ട് എന്നും അതിൻ്റെ ഉദ്ഘാടന പരിപാടികൾ ഉടൻ തന്നെ നടത്തുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു.